അപ്പോൾ നെക്സ്റ്റ് എൻസൈംസ് ആൻഡ് കോഎൻസൈംസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു NAD+ഉം അതുപോലെ തന്നെ FADനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. ഓക്കെ, അതായത് അതിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷനും NAD+ൻ്റെയും FADയുടെയും സ്ട്രക്ചറും ഫംഗ്ഷനാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ NAD ആണ്. അപ്പോൾ NAD എന്ന് പറയുന്നത് ആക്ച്വലി വി വിൽ ബി റെപ്രസെൻറ്റിങ് ആസ് NAD+, അത് മറക്കരുത്. സോ നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് എന്നാണ് പേര്, അല്ലെങ്കിൽ നിയാസിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ്. അപ്പോൾ പേരിൽ തന്നെ അറിയാം രണ്ട് ബേസസ് ഉണ്ട് അല്ലേ, അത് ഉപയോഗിച്ചുകൊണ്ടുള്ള രണ്ട് ന്യൂക്ലിയോടൈഡ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്നത് കൊണ്ടാണ് അതിനെ നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുന്നത്. നോക്കാം നിങ്ങൾ, ഈ ഒരു പോർഷൻ എന്താണ്, ഒരു ന്യൂക്ലിയോടൈഡ് ആണ് അല്ലേ. എന്തൊക്കെയുണ്ട്, റൈബോ ഷുഗർ ഉണ്ട്, ഒരു നൈട്രജൻ ബേസ് ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡ് ആണിത്. ഇതേപോലെ അടുത്തൊരു ന്യൂക്ലിയോടൈഡ് ആണ് ഇത്. ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് ആണ്, അഡിനിൻ ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ അഡിനിലേറ്റ് എന്ന് പറയുന്ന മോളിക്യൂൾ. അപ്പോൾ രണ്ട് ന്യൂക്ലിയോടൈഡ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നു, അതിനെ ഡൈന്യൂക്ലിയോടൈഡ്. അതാണ് NADയിലെ D റെപ്രസെന്റ് ചെയ്യുന്നത് ഡൈന്യൂക്ലിയോടൈഡ് ആണ്, N റെപ്രസെന്റ് ചെയ്യുന്നത് ഫസ്റ്റ് നൈട്രോജൻ ബേസും A റെപ്രസെന്റ് ചെയ്യുന്നത് സെക്കൻഡ് നൈട്രോജൻ ബേസും ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിക്കോട്ടിനാമൈഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡിലെ നിക്കോട്ടിനാമൈഡ് ആണ്, നൈട്രോജൻ ബേസ് ആണ് ഇത്. ഞാൻ പറഞ്ഞു NAD+ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ് എപ്പോഴും അതിനെ റെപ്രസെന്റ് ചെയ്യുക, NAD എന്ന് മാത്രം പറയരുത്. റീസൺ ഇതാണ്, ഈ ഒരു നൈട്രജനെ നിങ്ങൾ നോക്കുക, നോർമൽ നൈട്രജന്റെ വാലൻസി എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്. പക്ഷെ ഇവിടെ നോക്കാൻ നിങ്ങൾക്ക് 4 നൈട്രജൻ വാലൻസി എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ലോൺ പെയർ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ബോണ്ടിങ് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അതിനെ 4 വാലൻസി വരെ അറ്റൈൻ ചെയ്യാം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതിനൊരു പോസിറ്റീവ് ചാർജിന് റെപ്രസെന്റേഷൻ കൊടുക്കും. ആ ഒരു പോസിറ്റീവ് ചാർജ് ആണ് ഇവിടെ കാണുന്ന NAD+ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും NAD+ എന്ന് എഴുതാൻ കാരണം ഈ ഒരു പോസിറ്റീവ് ചാർജ് ആണ്, ഓർമ്മയിൽ ഉണ്ടായാൽ മതി. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത്, ഈ നൈട്രജൻ ലോൺ പെയർ ഇലക്ട്രോൺ ഉപയോഗിച്ചുകൊണ്ട് 4 ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇൻവോൾവ്മെന്റ്, അതായത് N ഗ്ലൈക്കോസിഡിക് ബോണ്ടും കൂടെ ഉൾപ്പെടുമ്പോൾ അത് 4 ബോണ്ടായിട്ട് മാറും. ഓക്കെ, അപ്പം അങ്ങനെ 4 ബോണ്ട് ഉള്ളത് കൊണ്ടാണ്, അതിന്റെ ലോൺ പെയർ ഉപയോഗിച്ചത് കൊണ്ടാണ് പ്ലസ് അല്ലെ. നമ്മൾ ഒരു ബോണ്ടഡ് ആയിട്ടുള്ള NH3 എന്ന് NH3+ എന്നാ വിളിക്കുക നമ്മൾ അല്ലെ, അല്ലെങ്കിൽ ബോണ്ട് ഇല്ലാണ്ട് NH4+ എന്നാ വിളിക്കുക. ഓക്കെ, നോർമലി ബോണ്ടഡ് ആണെങ്കിൽ NH2 എന്നേ എഴുതുള്ളൂ. അപ്പോൾ ഈ പ്ലസ് ചാർജ് വരുന്നത് എവിടെ നിന്നാണ്, ലോൺ പെയർ ഇലക്ട്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ നൈട്രജൻ അധികം ബോണ്ട് ഉണ്ടാക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ NAD+ എന്ന് പറയാൻ കാരണം. ഇനി മാറിപ്പോകരുത്, NAD+ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരിക്കലും NAD എന്ന് നമ്മൾ എഴുതരുത്, അത് സയന്റിഫിക്കലി ഇൻകറക്റ്റ് ആണ്. ക്ലിയർ ആണല്ലോ. ഇതിന്റെ സ്ട്രക്ചറും വളരെ എളുപ്പമാണ് അല്ലേ. എന്തേ നമ്മൾ പഠിക്കേണ്ടുള്ളൂ, ഓൾറെഡി നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, അഡിനിലേറ്റ് ഓൾറെഡി നമുക്കറിയാം, ന്യൂക്ലിയോടൈഡ്സ് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതേ സ്ട്രക്ചർ തന്നെ ഈ നൈട്രജൻ ബേസ് മാത്രമേ മാറുന്നുള്ളൂ അല്ലെ. ഈ നൈട്രജൻ ബേസിന്റെ കേസിൽ ഒരു സിംഗിൾ നൈട്രജൻ ഇൻവോൾവ് ആയിരിക്കുന്ന ഹെക്സാമെറിക് ഹെക്ട്രോസൈക്ലിക് റിംഗ് ഉണ്ട് അവിടെ. അതിൽ നിന്ന് ഒരു എക്സ്റ്റൻഷൻ കാർബൺ ഡബിൾ ബോണ്ട് ONH2, അത്രേ ഉള്ളൂ, വേറെ ഒരു മാറ്റവും ഇല്ല. ഓക്കെ, ഇപ്പം ഒരു ഹെക്സാമെറിക് ഹെട്രോസൈക്ലിക് റിംഗ്, ഈ ഹെക്സാമെറിക് ഹെട്രോസൈക്ലിക് റിംഗിൽ ഒരു നൈട്രജൻ, ബാക്കി 5 കാർബൺ. അതിൽ ഈ കാർബണിലേക്ക് വേറൊരു കാർബൺ ആലിഫാറ്റിക് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നു, അതിൽ ഡബിൾ ബോണ്ട് O. അപ്പം C ഡബിൾ ബോണ്ട് OH എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് എടുക്കുക നിങ്ങൾ, ആ Hന് പകരം കൂടെ NH2. അപ്പം അതാണ് നിക്കോട്ടിനാമൈഡ് എന്ന് പറയുന്നത്. അത് മാത്രമേ മാറ്റുള്ളൂ. എവിടെയാ ബോണ്ടിങ് വരുന്നത്, ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജ് വരുന്നുണ്ട് അല്ലെ. ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജ് എങ്ങനെയാ വരുന്നത്, ഈ ഒരു എസ്റ്റർ ബോണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജ് വരുന്നുണ്ട്. പക്ഷെ എന്താണ് ഇവിടെ, സാധാരണ DNA കാണുന്ന പോലത്തെ ഒരു ഫോസ്ഫോ ഡയസ്റ്റർ അല്ല, അതിന്റെ ഇടയ്ക്ക് എന്തുണ്ട്, ഒരു ഫോസ്ഫോ അൺഹൈഡ്രേറ്റ് ബോണ്ട് വരുന്നുണ്ട്, ഫോസ്ഫോ അൺഹൈഡ്രേറ്റ് ബോണ്ടും കൂടെ അതിൽ വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു എസ്റ്റർ ബോണ്ട്, നടുക്കൊരു ഫോസ്ഫോ അൺഹൈഡ്രേറ്റ് ബോണ്ട്. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ന്യൂക്ലിയോടൈഡുകളെ ഫോസ്ഫോ അൺഹൈഡ്രേറ്റ് ബോണ്ട് വഴി ത്രൂ ഫോസ്ഫേറ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായി, നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് ഉണ്ടായി. ഓക്കെ, അപ്പം നിക്കോട്ടിനാമൈഡ് എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോടൈഡ്, എന്നാൽ നിക്കോട്ടിനാമിഡിലേറ്റ് എന്ന് പറയുന്നത് നിയാസിനാമിഡിലേറ്റ് എന്ന് നമുക്ക് വിളിക്കാം. അത് അഡിനിലേറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. എന്താണ് ബോണ്ട്, ഫോസ്ഫോ അൺഹൈഡ്രേറ്റ് ബോണ്ടാണ്. ആ ഫോസ്ഫോ അൺഹൈഡ്രേറ്റ് ബോണ്ട് ഇവർ രണ്ട് ഫോസ്ഫേറ്റും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് NAD+ എന്ന് പറയുന്നത്, മാറിപ്പോകരുത്. So it is a dinucleotide sugar phosphate and nitrogen base
is a general structure, normal thing. Now the structure of NAD plus was elucidated by Warburg and he awarded Nobel Prize in 1931. ഇതൊന്നും നമുക്ക് എക്സാമിന് ആവശ്യമില്ല, എന്നാലും ജനറൽ ഐഡിയ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. So the nitrogen bases are adenine and nicotinamide. ഏതൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പം അഡിനിൻ നിക്കോട്ടിനാമൈഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി നിക്കോട്ടിനിക് ആസിഡ് ഓർ നിയാസിൻ. ഒക്കെ വൈറ്റമിൻ ഡെറിവേറ്റീവ് ആണ്. സോ ഇറ്റ്സ് നോൺ ആസ് ദി pyridine ഡെറിവേറ്റീവ് ഓഫ് നിയാസിൻ. ഇനി അതിൻ്റെ ഒരു ഓക്സിഡേഷൻ റിഡക്ഷൻ സ്റ്റേറ്റ് നിങ്ങൾ നോക്കുക. എവിടെയാണ് റിയാക്ഷൻ നടക്കുന്നത് നോക്കാം. അപ്പം ഇതാണ് റിയാക്ഷൻ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഓൾറെഡി ഇവിടെ ഒരു എച്ച് ഉണ്ട്. അപ്പോൾ 2 എച്ചിനെ ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ല, പക്ഷെ 2 ഇലക്ട്രോൺ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. ഒന്ന് ഈ സൈഡിലേക്കും ഒന്ന് ഈ സൈഡിലേക്കും ഇലക്ട്രോൺ ഉൾക്കൊള്ളും, പക്ഷെ 2 ഹൈഡ്രജനെ ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു എച്ച് മാത്രമേ ആഡ് ചെയ്യപ്പെടുള്ളൂ. ഓക്കെ, ബാക്കി വരുന്ന എച്ച് എന്താവും, എച്ച് പ്ലസ് ആയിട്ട് പുറത്ത് വെക്കും. 2 ഇലക്ട്രോൺ എടുക്കും, പക്ഷെ ഒരു എച്ച് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഈ ബോണ്ട് അങ്ങ് പോയി. ഈ ബോണ്ട് ഇവിടുന്ന് പോയാൽ ഈ ബോണ്ടിന് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതെന്തില്ല, NAD+ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് മാറി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം അതാണ് NADH+H+ എന്ന് എഴുതാൻ കാരണം. ഓക്കെ, സോ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് ടു NADH+H+, ആൻഡ് ഇലക്ട്രോൺ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓക്സിഡൈസിങ് ടു NAD+. അതാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ സ്റ്റേറ്റ്. സോ NAD+ന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, NAD+ന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ദേ ആർ ആക്ച്വലി NAD+ is acting as the coenzyme. കോഎൻസൈമിന്റെ പണി എന്താ നമ്മൾ പറഞ്ഞു, dehydrogenation reaction, oxido reduction reaction ആണ്. So if an oxidation reaction is being catalyzed, NAD+ will get reduced to NADH. If a reduction reaction is catalyzed, NADH+H+ will be oxidized to NAD+. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. Okay, so it is acting as a coenzyme. Now second ന്യൂക്ലിയോടൈഡ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫ്ലാവിൻ അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് ആണ്. ഇതിന്റെ സ്ട്രക്ചർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, മറ്റേതുപോലെ അത്ര എളുപ്പമല്ല. സ്റ്റിൽ ഫ്ലാവിൻ ന്യൂക്ലിയോടൈഡും അഡിനിൻ ന്യൂക്ലിയോടൈഡും നേരത്തെ പറഞ്ഞതുപോലെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ പറയുന്ന FAD ഉണ്ടായത്. പക്ഷെ ഇവിടെ എന്തല്ല, ഫോസ്ഫോ അൺഹൈഡ്രേറ്റ് ബോണ്ട് അല്ല, മറിച്ച് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഡി റൈബിറ്റോൾ, ഈ പറയുന്ന റൈബിറ്റോൾ ത്രൂ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്ട്രാ കമ്പോണന്റ് ഇവിടെ വരുന്നുണ്ട്. അതാണ് ഷുഗറുമായിട്ട് നേരെ അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കുക നിങ്ങൾ, റൈബിറ്റോൾ ആണ് ഷുഗർ, റൈബോസിന് റിഡക്ഷൻ നടന്നിട്ട് ഉണ്ടാവുന്ന റൈബിറ്റോൾ. അപ്പം റൈബിറ്റോൾ ആണ് ഇവിടെ ഷുഗർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ റൈബോസ് അല്ല എന്നുള്ളൊരു മാറ്റം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതിൽ നൈട്രജൻ ബേസ് പോലെ വരുന്നത് ഐസോ അലോക്സാസൈൻ റിംഗ് ആണ്. ഓക്കെ, വിൽ സീ ദ സ്ട്രക്ചർ ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ഐസോ അലോക്സാസൈൻ റിംഗ് എന്ന് പറയുന്നത്. സോ ഇതാണ് നൈട്രജൻ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് ഷുഗറിലേക്ക് അറ്റാച്ച്മെന്റ് വരുന്നതാണ്. നോക്കുക നിങ്ങൾ, ഇതാണ് N ഗ്ലൈക്കോസിഡിക് ബോണ്ട്. CH2OH എന്ന് പറയുന്നിടത്ത് എന്ത് ചെയ്യുന്നു, ആ OH-ലേക്കാണ് ഈ പറയുന്ന നൈട്രജൻ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തായി, H2O റിലീസായി അല്ലേ. ഇത് ശരിക്കും എന്തായിരുന്നു, 1 2 3 4 5 അല്ലേ, റൈബോസിന് റിഡക്ഷൻ സംഭവിച്ചാൽ എന്തുണ്ടാവും, റൈബിറ്റോൾ ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പൊ റൈബിറ്റോൾ എന്ന് പറയുമ്പോൾ CHO ആയിരിക്കും അല്ലെ റൈബോസിന്റെ ടിപ്പിലുള്ളത്. അതിന് റിഡക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ CH2OH ഉണ്ടാവും. അതാണ് നിങ്ങൾ ഈ കാണുന്നത് CH2. ഈ OH ഉണ്ടല്ലോ, അത് ഇവിടെ ശരിക്കും എന്താണ്, ഹൈഡ്രജൻ ആണ് വരിക അല്ലെ. ഈ R ഗ്രൂപ്പ് ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഈ താഴെ ഉള്ളെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാവുക, ഹൈഡ്രജൻ ഉണ്ടാവും. ഈ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ H-ഉം OH-ഉം, അപ്പൊ എന്തായി, H2O റിലീസ് ചെയ്തു. അങ്ങനെ ഇവിടെ N ഗ്ലൈക്കോസിഡിക് ബോണ്ട്. എങ്ങനെയാണോ നോർമലി ന്യൂക്ലിയോടൈഡിൽ N ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ടാവുന്നത്, അതേപോലെയാണ് ഇവിടെയും വന്നത്. ഓക്കെ, അപ്പൊ N ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഇവിടെ വന്നു. അപ്പം റൈബോസിന് പകരം എന്താണ്, റൈബിറ്റോൾ, റെഡ്യൂസ്ഡ് ഫോം ഓഫ് റൈബിറ്റോൾ ആണ് ഇവിടെ ഉള്ളത്. ഇനി ആ റൈബിറ്റോളിന്റെ 5th കാർബൺ എന്ത് ചെയ്യുന്നുണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ആസ് ലൈക്ക് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. അതുപോലെ അഡനിൻ ന്യൂക്ലിയോടൈഡിന്റെ റൈബോസിലേക്ക് എന്തുണ്ട്, ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് വഴി ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇവർ തമ്മിൽ നേരത്തെ കണ്ട അതേ സാധനം, ഫോസ്ഫോ അൺഹൈഡ്രേറ്റ് ബോണ്ട്. ഈ ഒരു ബോണ്ടിങ് വഴിയാണ് ഈ ഒരു FAD ഉണ്ടാവുന്നത്. ഓർമ്മിക്കുക, ക്ലിയർ ആണല്ലോ FAD. അപ്പം എന്തേ മാറ്റമുള്ളൂ, നൈട്രജൻ ബേസ്
ഫ്ലാവിൻ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് അതിൽ റൈബോസിന് പകരം റൈബിറ്റോൾ, റെഡ്യൂസ്ഡ് ഫോം ഓഫ് റൈബോസ് അതാണുള്ളത്. ബാക്കിയൊക്കെ സെയിം. ഇതാണ് മാറ്റം. ഓക്കെ, ഇപ്പം ഇതിന്റെ സ്ട്രക്ചർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് FAD വരയ്ക്കുമ്പോൾ നിങ്ങൾ കുറച്ച് സൂക്ഷിക്കുക. ഓക്കെ, FAD സ്ട്രക്ചർ ചോദിക്കും, NAD സ്ട്രക്ചർ ചോദിക്കും എക്സാമിന്. അപ്പോൾ ഇതിന്റെ ഓക്സിഡേഷൻ റിഡക്ഷൻ കോഎൻസൈം ആയിട്ടാണ് ആക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡീഹൈഡ്രോജനേസ് എൻസൈം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു കോഎൻസൈം ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് അണ്ടർഗോ റിഡക്ഷൻ ഓർ ഓക്സിഡേഷൻ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ദാറ്റ് ഈസ് ബീയിങ് കാറ്റലൈസ്ഡ് ബൈ ദ ഡീഹൈഡ്രോജനേസ് എൻസൈം. ഇപ്പോൾ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. നോക്കിയാൽ നിങ്ങൾ ഈ നീല നിറത്തിൽ കാണിച്ചേക്കുന്ന അല്ലെങ്കിൽ ഇളം പച്ച നിറത്തിൽ കാണിച്ചേക്കുന്ന, പച്ച കലർന്ന നീല നിറത്തിൽ കാണിച്ചേക്കുന്ന ഈ നൈട്രജൻ ആണ് ഇതിന്റെ റിയാക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഹൈഡ്രജൻ അറ്റാച്ച്ഡ് ആവുന്നത് ഈ രണ്ട് നൈട്രജനിലേക്കായിരിക്കും. അപ്പൊ ഇതാണ് റിയാക്റ്റീവ് സൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് റിയാക്റ്റീവ് സൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വരക്കുമ്പോൾ ഈ രണ്ടിനെയും ആരോ മാർക്ക് ഇട്ടിട്ട് റിയാക്റ്റീവ് സൈറ്റ്സ് എന്ന് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഇട്ട് കൊടുത്തിട്ട് അത് റിയാക്റ്റീവ് സൈറ്റ്സ് ആണെന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ റിഡക്ഷൻ റിയാക്ഷൻ നടക്കുക, NaH അവിടെ നിർത്തുക. അത് ചെയ്യുമ്പോൾ നോക്കുക, നിങ്ങൾ ഇവിടെ NH വരുമ്പോൾ ഈ ബോണ്ട് അങ്ങ് പോകും, ഈ ബോണ്ട് താഴോട്ടാവും. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത് അല്ലെ. കാർബണിന്റെ ബാലൻസ് ചെക്ക് ചെയ്തിട്ട് സ്ട്രക്ചർ വരക്കുന്ന കാര്യം ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അങ്ങ് വരച്ചാൽ മതി. ഈ സ്ട്രക്ചർ മാത്രം ഓർത്തിരുന്നാൽ മതി. ഇത് രണ്ടുമാണ് റിഡക്ഷൻ സൈറ്റ് എന്നുള്ളത് ഓർത്തിരുന്നാൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് തന്നെ വരക്കാം. ഈ സ്ട്രക്ചർ വേറെ സെപ്പറേറ്റ് ചെയ്ത് ഓർക്കേണ്ട കാര്യമൊന്നുമില്ല. റൈബോസിന് റിഡക്ഷൻ സംഭവിച്ചിട്ടാണ് റൈബിറ്റോൾ ഉണ്ടാവുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ഷുഗർ മോളിക്യൂളിനെ വരക്കാനും യാതൊരു പ്രയാസവും ഇല്ല. ആളെ തിരിച്ചറിഞ്ഞാൽ പിന്നെ വരക്കുന്നതിന് യാതൊരു കുഴപ്പമില്ലല്ലോ. ബാക്കി ഈ കമ്പോണന്റ് കംപ്ലീറ്റ് നമുക്ക് അറിയുന്നതാണ്. അപ്പം ഈ ഒരു സ്ട്രക്ചർ മാത്രം പഠിച്ചു വെച്ചാൽ മതി, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്കത് വരച്ചെഴുതാൻ വേണ്ടിയിട്ട് എക്സാമിന് പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്തെല്ലാം ഉള്ളത്? ഐസോ അലോക്സാസൈൻ റിംഗ്, ഡീറൈബിറ്റോൾ, ഫോസ്ഫേറ്റ്, then again ഫോസ്ഫേറ്റ്, ഷുഗർ, അഡിനിൻ. അപ്പൊ ഇതെന്താണ്? അഡിനിൻ ന്യൂക്ലിയോടൈഡ്, ഇത് ഫ്ലാവിൻ ന്യൂക്ലിയോടൈഡ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഫ്ലാവിൻ അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ്. ഓക്കെ, റിഡക്ഷൻ നടക്കുന്നത് ഏതിനാണ്? ഏത് റിങ്ങിനാണ്? ഐസോ അലോക്സാസൈൻ റിങ്ങിനാണ്. അവിടത്തേക്കാണ് രണ്ട് ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തായിട്ട് മാറും? അത് FADH2. ഓക്കെ, FADH2 ആയിട്ട് അത് മാറും. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്തൊക്കെ മോളിക്യൂൾ അതിലുണ്ട് എന്നുള്ളത് കമ്പോണൻസ് ഓർമ്മിക്കുക, സ്ട്രക്ചർ ഓർമ്മിക്കുക. എന്താണ് പണിയെന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്? ദേ ആർ ഇൻവോൾവ് ഇൻ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ആൻഡ് ദേ ആക്ട് ആസ് ദി കോഎൻസൈം ഫോർ ദി ഡീഹൈഡ്രോജനേസ് ഓർ ഓക്സിഡോ റിഡക്ടേസ് എൻസൈം. അടുത്ത ഫംഗ്ഷൻസ് എടുക്കുകയാണെങ്കിൽ they are involved in ATP production, they are involved in synthesis of reactive oxygen species, they are involved in antioxidant defense mechanisms, they are involved in DNA repairing, protein folding, then the cell death, apoptosis and chromatin remodeling. ഇത്രയും ഫങ്ഷൻസ് അതിനുണ്ട് എന്നുള്ളത് ഓർമ്മിക്കുക. സ്ട്രക്ചർ ഓർമ്മിക്കണം, സ്ട്രക്ചറൽ കമ്പോണൻസിന്റെ പേര് ഓർമ്മിക്കണം, അതുപോലെ തന്നെ അതിന്റെ ഫംഗ്ഷനും ഓർമ്മിക്കണം കൃത്യമായിട്ട്. സോ അത്രേ ഉള്ളൂ രണ്ടിന്റെയും സ്ട്രക്ചർ. ക്ലിയർ ആണല്ലോ. അപ്പം ഇത് അജയകുമാർ സാറിന്റെ ബുക്കിലുള്ള സ്ട്രക്ചർ ആണ്, സെയിം സ്ട്രക്ചർ തന്നെ. ഇപ്പം ലേബൽ ചെയ്തുകൊണ്ട് അതിന് പുറത്തേക്ക് ഇട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്തേ ഉള്ളൂ. റിയാക്റ്റീവ് സ്പീഷീസ് അല്ലെങ്കിൽ റിയാക്റ്റീവ് സൈറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ് എന്നത് നിങ്ങൾ മാർക്ക് ചെയ്തേക്കുക. ക്ലിയർ അല്ലേ? റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ബോണ്ട് മാറും എന്നുള്ളത് ഓർക്കുക. FADH2 എന്ന് പറഞ്ഞത് മാറും. അപ്പോൾ ഓർമ്മിക്കുക നിങ്ങൾ എന്താണ് ഈ പറയുന്ന സ്ട്രക്ചറിൽ ഇത് മാത്രം വരച്ചു കഴിഞ്ഞാൽ എന്താണ്? ഫ്ലാവിൻ മോണോന്യൂക്ലിയോടൈഡ് ആയി അല്ലേ? ഫ്ലാവിൻ മോണോന്യൂക്ലിയോടൈഡിൽ ആരുണ്ടാവില്ല? ഈ അഡിനിൻ ഉണ്ടാവില്ല. അഡിനും കൂടെ അതിനേക്ക് ഫോസ്ഫോ അൺഹൈഡ്രേറ്റ് ബോണ്ട് വഴി ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി? FAD ആയി. അപ്പൊ നിങ്ങൾ FMNന്റെയും FADന്റെയും സ്ട്രക്ചർ ഒന്നിച്ചാ പഠിക്കുന്നത്. അപ്പൊ FM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ ആർ ആക്ച്വലി അപ് ടു ദിസ് പാർട്ട്. ഇത് FMN ആണ്. FMNും എന്ന് പറയുന്നതും കോഎൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മോളിക്യൂൾ ആണ്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് സ്ട്രക്ചർ പഠിക്കാനുള്ളത് FAD ആയതുകൊണ്ട് രണ്ടും കൂടെ ഒന്നിച്ചുള്ള FADന്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിക്കുന്നു എന്ന് മാത്രം. സോ ദാറ്റ്സ് അബൌട്ട് ദ എൻസൈംസ്, കോഎൻസൈംസ്. നൗ നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻസൈമിന്റെ ആക്റ്റീവ് സെന്റർ അല്ലെങ്കിൽ ആക്റ്റീവ് സൈറ്റ്സിനെ കുറിച്ചാണ്. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരിക്കണം, വിട്ടുപോകരുത്.